ഒരു കുഞ്ഞു മരിച്ചു. ആ കുഞ്ഞിനെ ഉമ്മാടെ മുമ്പിൽ വെച്ചിട്ട് ആ കുഞ്ഞിന്റെ നെഞ്ചത്ത് പേന കൊണ്ട് പേരെഴുതുകയാണ്, ഇന്ന കുഞ്ഞ് എന്ന്. അപ്പോഴാണ് അടുത്ത മോനെ കൊണ്ടുവരുന്നത് മരിച്ച്. ആ മകന്റെ പേരത്തും പേരെഴുതുന്നു. ഇത് കണ്ടിട്ട് പൊന്നുമ്മ പൊട്ടിക്കരയുന്നു. അപ്പോഴും ആ ഉമ്മ മരിക്കാൻ കിടക്കുന്ന സ്വന്തം സഹോദരന്റെ കാതിൽ വന്നിട്ട് ചോരയിൽ കുളിച്ച് നയാഗ്ര പോലെ ചോര ചാലിട്ടൊഴുകുന്ന പ്രിയപ്പെട്ട സഹോദരൻ, പെടയുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്റെ കാതിൽ വന്നിട്ട് പറയുന്നു, കലിമ പറ മോനെ, നിനക്ക് സ്വർഗമാടാ, നിനക്ക് സ്വർഗമാണ്, ഞാനും വരാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നു. അവർക്ക് സങ്കടങ്ങളില്ല. അള്ളാഹു രക്തസാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു അവിടെ നിന്നും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ദുആ സ്വീകരിക്കാതെ പോകുമെന്ന് ഇന്നലെയും എന്നോട് ഒരു സഹോദരൻ ചോദിച്ചു. കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സഹോദരൻ, എന്തിനാ ദുആ രക്കുന്നത്? അദ്ദേഹം ചോദിച്ചു പോയതാണ്, ഈമാന്റെ കുറവല്ല, വിഷമത്തിന്റെ പാരമ്യതയിൽ അദ്ദേഹം ചോദിക്കുന്നു, അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ ദുആ. ആരാ പറഞ്ഞത്? ആർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ടോ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന്? സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ. എത്രത്തോളം? ദാ ഈ ചുമര് കണ്ടില്ലേ? പോട്ടെ, ആ മുറ്റത്ത് നിൽക്കുന്ന പനയില്ലേ, അതിന്റെ പിന്നിൽ ജൂതന്മാര് വന്ന് ഒളിച്ചിരിക്കും. ഇവിടത്തെ മുസൽമാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ. അന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഈ മരത്തിന്റെ പിന്നിലും ഈ വൃക്ഷത്തിന്റെ പിന്നിലും ഈ പാറയുടെ പിന്നിലും ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അന്ന് ഈ പാറകൾ സംസാരിക്കും, എന്റെ വാക്കല്ല. ആകാശത്തിന്റെ മുകളിൽ, അർശിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ, സിംഹാസനത്തിന്റെ അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാതെ ഒരു കാര്യം പറയാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, യഖ്തബി അൽ യഹൂദിയ മിൻ വറാഇൽ ഹജരി വശജർ, വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പിന്നിൽ ജൂതന്മാർ ഒളിച്ചിരിക്കും. ഫയഖൂലുൽ ഹജറു വശജറു, ഈ വൃക്ഷവും കല്ലും അതുപോലെ തന്നെ മരങ്ങളും വിളിച്ചു പറയും, യാ അബ്ദുല്ലാഹ് യാ മുസ്ലിം തആൽ ഖൽഫി യഹൂദിയുൻ ഫഖ്തുൽഹു. കല്ല് വിളിച്ചു പറയുന്ന കാര്യമാണ്. CCTV ക്യാമറ വെക്കണ്ട, ആരാ എവിടെ ഒളിച്ചിരിക്കുന്നത് നോക്കാൻ. അള്ളാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ജൂതന്മാര് കല്ലിന്റെയും വൃക്ഷത്തിന്റെയും പിന്നിൽ ഒളിച്ചിരിക്കുമ്പോ അതുവഴി പോകുന്ന മുസ്ലിമിനോട് പറയും, എന്റെ പുറകിലടാ അവൻ ഇരിക്കുകയാണ്, വന്നിട്ട് അവനെ കൊല്ലടാ എന്ന് പറയും. പ്രകൃതി പോലും ഈ ജൂത പിശാചുക്കൾക്കെതിരാവുന്ന കാലം അള്ളാഹു എത്രയും വേഗം അത് ആജിലാക്കി തരട്ടെ എന്ന് നമുക്ക് ദുആരക്കാം. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഇന്ന് സങ്കടപ്പെടുക. ആരാ സങ്കടപ്പെടുന്നത്? അമേരിക്കയുടെ ജോ ബൈഡൻ എന്ന ജോസഫ് ബൈഡൻ, വൈറ്റ് ഹൗസിന്റെ അധിപനായ ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ സങ്കടപ്പെടുന്നു. എന്തേ നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ? ഇസ്രായേൽ ജനതയുടെ ജീവന് വിലയുണ്ട്. ഇതാരാ പറയുന്നത്? നാളിതുവരെ കൊല ചെയ്തപ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾക്കപ്പുറത്ത് ഇന്ന് ഇവരെ തിരിച്ചടിക്കാതെ ഇതെല്ലാം കണ്ടും കൊണ്ടും അലിഞ്ഞും വേദനിച്ചും സങ്കടപ്പെട്ടും കഴിഞ്ഞ ഒരു സമൂഹത്തിന് തിരിച്ചടിക്കണമെന്ന ഓർമ്മ വന്നപ്പോൾ, തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ കരച്ചു തുടങ്ങി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്. ചില കേന്ദ്രങ്ങളൊക്കെ പൊട്ടിക്കരയുന്ന കണ്ടാൽ ഇത്രയും നാൾ ഇവനൊക്കെ എവിടെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഈ ഏഴംകുളത്തെ ഒരു വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പാല് കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞ് ഏഴംകുളത്തെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഏതെങ്കിലും ഒരു കശ്മലൻ, ഏതെങ്കിലും ഒരു കലാപകാരി ആ നിങ്ങളുടെ ഭാര്യയുടെ സ്തനത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് തടഞ്ഞിട്ട് പറയുന്നു, കുഞ്ഞിന് പാല് കൊടുക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഞാനാണെങ്കിൽ മണ്ട അടിച്ച് പൊട്ടിച്ചു കളയും. ഇതല്ലേ ഹമാസിന്റെ ആളുകൾ ചെയ്യുന്നുള്ളൂ. വാപ്പാക്ക് സുഖമില്ലാന്നറിഞ്ഞിട്ട് വാഹനത്തിലെടുത്ത് കിടത്തിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ടുപോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഏനാത്ത് വഴി കൊട്ടാരക്കര വഴി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏഴംകുളത്ത് നിന്ന് വാഹനമെടുക്കുന്ന ആംബുലൻസിനെ വഴിയിൽ കൊണ്ടുവന്ന് തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഡോറ് തുറന്ന് വെളിയിലിറങ്ങിയിട്ട് അവനെ ഉന്തിത്തള്ളി മാറ്റിക്കിട്ട് നിങ്ങൾ വാഹനം മുമ്പോട്ട് കൊണ്ടുപോകൂലേ? ഇതല്ലേ ചെയ്യുന്നുള്ളൂ ഫലസ്തീനികൾ. അവരിനിയും അനുഭവിക്കണമെന്നാണോ പറയുന്നത്? കണ്ടാൽ ഞാൻ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം മക്കളുള്ളവർക്ക് അതിന്റെ വേദന അറിയൂ.
ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും അല്ലാഹു സ്വീകരിക്കുന്നില്ലയോ, അല്ലാഹു ഉത്തരം തരുന്നില്ലയോ, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ലയോ. ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഇന്നേ വരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചനാതരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോനെ അബ്ദുള്ളയുടെ തങ്കക്കുടമേ, ലോകത്തുള്ള കോടാന കോടി വിശ്വാസികളുടെ ഹൃദയാന്തരാളങ്ങളിലെ രാജകുമാരാ, അൽ-അമീനെ അസ്-സാദിഖേ, റൂഹി ഫിദാ അഹ്മദ് മുജ്തബാ, നബിയു സഖലൈൻ ഇമാമുൽ മുത്തഖീൻ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുകയാണ്, ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കും. ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കും ബിളുഅഫാഇഹിം, ഇവിടെയുള്ള പാവപ്പെട്ട ബലഹീനന്മാരെ കൊണ്ടാ അല്ലാഹു സഹായിക്കുക. മല്ലന്മാര് ശക്തന്മാരിലൂടെയല്ല അല്ലാഹു ഉമ്മത്തിനെ സഹായിക്കുന്നത്. ഈ സമുദായത്തിലെ ബലഹീനന്മാരിലൂടെയാണ് അല്ലാഹു ഉമ്മത്തിനെ സഹായിക്കുന്നത്. എങ്ങനെയാണ് ഈ ബലഹീനന്മാരായ ഈ ഉമ്മത്തുകളെ കൊണ്ട് സഹായിക്കുന്നതെന്നറിയോ? ബിദഅവാതിഹിം, അവരുടെ ദുആ കൊണ്ട്, വസലവാതിഹിം, അവരുടെ നിസ്കാരങ്ങൾ കൊണ്ട്, വഇഖ്ലാസിഹിം, അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് അല്ലാഹു ദുആ സ്വീകരിക്കുന്നത്. ഈ ഉമ്മത്തിന് സഹായം എന്തുകൊണ്ടാ? ഇവിടത്തെ ഷണ്ഡീകരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, മർദ്ദിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ദുആ കൊണ്ടാ, അവരുടെ നിസ്കാരം കൊണ്ടാ, അവരുടെ ഇഖ്ലാസ് കൊണ്ടാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താൻ പോലും തൊടൂലല്ലോ ഇഖ്ലാസ് ഉള്ളവനെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മലക്ക് എഴുതൂല, കാരണം മലക്കിനറിയാൻ പറ്റില്ല ഇഖ്ലാസ്. ശൈത്താൻ പിഴപ്പിക്കില്ല, കാരണം ശൈത്താൻ അറിയില്ല. ശരീരയിച്ച ഒരിക്കലും ഇഖ്ലാസിനെ മാറ്റിമറിക്കില്ല, കാരണം ബോഡിക്ക് അറിയാൻ പറ്റില്ല, ജഡികേച്ചയ്ക്ക് അറിയാൻ പറ്റില്ല. ശൈത്താന് പോലും പേടിയാണ് മുഖ്ലിസീങ്ങളെ, അല്ലാഹനെ അറിയേണ്ട വിധം അറിഞ്ഞവനെ. സ്വർഗത്തിന് വേണ്ടി ഇബാദത്തെടുക്കുന്നവന്റെ കാര്യമല്ല, നരകത്തെ പേടിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുന്നവന്റെ കാര്യമല്ല. പിന്നെയോ ഇഖ്ലാസോടെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഇബാദത്തെടുക്കുന്ന മുഖ്ലിസീങ്ങളെ ശൈത്താന് പോലും പേടിയാ. ഇതെന്റെ വാക്കല്ല, അല്ലാഹുവിനോട് ശൈത്താൻ ആണയിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഖാല ഫബിഇസ്സതി സൂറത്ത് സ്വാദ് 82-ാമത്തെ ആയത്ത് നിങ്ങളുടെ അടുത്തൊന്ന് നോക്കണേ. ശൈത്താൻ അല്ലാഹുവിനോട് സത്യം ചെയ്യുകയാ. ഖാല ഫബിഇസ്സതിക ലഉഗ്ദിയന്നഹും അജ്മഈൻ. അല്ലാഹുവേ, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ഇസ്സത്തിനെ കൊണ്ടാണ് സത്യം ചെയ്തത് ഇബ്ലീസ്. നിന്റെ ഉന്നതിയെ തന്നെയാണ് സത്യം, നിന്റെ ഔന്നത്യത്തെ തന്നെയാണ് സത്യം. ലഉഗ്ദിയന്നഹും, ഉസ്താദിനറിയാം, ലഉഗ്ദിയന്നഹും രണ്ട് അക്ഷരം കൊണ്ട് വന്നിട്ടാണ് അവിടെ ശക്തമായി പറഞ്ഞത്. ഒന്നാദ്യത്തെ ല, പിന്നെയോ ഉഗ്ദിയന്ന എന്ന് പറയുന്ന മണിക്കുന്ന രണ്ട് നൂനിൽ ഒരു നൂന്. അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തുന്നതിന് പുറമെ അല്ലാഹുവിന്റെ ഇസ്സത്തിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് ശൈത്താൻ പറയുന്നു അജ്മഈൻ, എല്ലെണ്ണത്തിനെ ഞാൻ പഴപ്പിക്കും, എല്ലെണ്ണത്തിനെ ഞാൻ പഴപ്പിക്കും. ആ സമയം അല്ലാഹു തിരിച്ചു പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ ഏഴംകുളത്തുകാരാ, അല്ലാഹു തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? എടോ ശൈത്താനെ, എടോ പിശാചേ, എടോ റജീമേ, ശപിക്കപ്പെട്ടവരെ, നീ ആണയിട്ട് പറഞ്ഞല്ലോ സർവരെയും പഴപ്പിക്കുമെന്ന്. എന്നാൽ എടോ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഇഖ്ലാസോടെ എനിക്ക് ഇബാദത്ത് എടുക്കുന്ന എന്റെ ദാസന്മാരെ തൊടാൻ പറ്റൂല. നിനക്ക് തൊടാൻ പറ്റൂല. ഇഖ്ലാസ് ഉള്ളവനെ പഴപ്പിക്കാൻ ഒരു ശൈത്താനും കഴിയൂല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ അല്ലാഹനെ മനസ്സിലാക്കേണ്ടത്, പടച്ചവനെ തിരിച്ചറിയേണ്ടത്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കേണ്ടത് അവന്റെ സംതൃപ്തിക്ക് വേണ്ടി, ഇഖ്ലാസിന് വേണ്ടിയാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്തിലേക്ക് പോകുമ്പോ ദുനിയാവിന്റെതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇത്രയും പറഞ്ഞ ദുനിയാവിന്റെ കാര്യമാണ്, ഇത്രയും പറഞ്ഞ ദുനിയാവിന്റെ ദീനിന്റെ കാര്യം. ഇനി പറയാൻ പോകുന്ന ഏതാ? ആഖിറത്തിന്റെ കാര്യം. അവിടെ എന്തില്ല? ദീനും ഇല്ല, ദുനിയാവും ഇല്ല.
ദീനുണ്ടോ? സ്വർഗത്തിൽ ദീനുണ്ടോ? അവിടെ ഇൽമിന്റെ മജ്ലിസ് ഉണ്ടോ? അവിടെ നിസ്കാരം ഉണ്ടോ? അവിടെ നോമ്പുണ്ടോ? ഒന്നുമില്ല. ഞാനിപ്പോ എങ്ങനെ പറയാ? ഇത് ലൈവാ. നാളെ ഈ നിരീശ്വരവാദികൾക്ക് പിന്നെ ഇത് കിട്ടുന്ന നല്ല ഒരു അവരിങ്ങനെ നോക്കിയിരിക്കാൻ. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഒന്ന് 10 അക്ഷരം പഠിക്കട്ടെ. അൽഹംദുലില്ലാ. ഒരുത്തിയുണ്ട്, ഒരു സ്ത്രീ, ഞാൻ അവളുടെ പേരൊന്നും പറയുന്നില്ല. പലരും എനിക്ക് ഇങ്ങനെ അതിന്റെ ലിങ്ക് അയച്ചുകൊണ്ടിരിക്കുക. എന്നെ പറ്റി ഞാൻ എവിടെ പ്രസംഗിക്കുവോ ആ പ്രസംഗിക്കുന്നതിന്റെ പ്രസക്ത ഭാഗം എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ പറ്റി കുറ്റം പറയുന്ന ഒരുത്തി, ഒരു മുസ്ലിം നാമധാരിയാണ്. അവൾ ഇപ്പോ മതം മാറിയിട്ട് അവള് നിരീശ്വരവാദിയായി അവൾ ഇങ്ങനെ കഴിയാണ്. അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പണ്ട് കഅബാലയത്തിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ചു. കഅബയിൽ കയറി മൂത്രമൊഴിച്ചപ്പോ ആളുകൾ വടിയും തടിയുമായിട്ട് ഓടിക്കൂടി. അപ്പൊ ഇയാൾ ഒഴിച്ച ആള് പറഞ്ഞു, നിങ്ങൾ എന്നെ അടിച്ചോ, പക്ഷെ ഞാൻ എന്തിനു മൂത്രമൊഴിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് അടിക്കാറെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ ചോദിച്ചു, നീ എന്തിനാണ് ആ കഅബയിൽ കയറി മൂത്രമൊഴിച്ചത്? അപ്പൊ അയാള് പറയാ, ലോകത്ത് അറിയപ്പെടണമെങ്കിൽ നല്ലത് വല്ലതും ചെയ്യണം, അത് എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ ഏറ്റവും വലിയ തോന്നിയാസം കാണിച്ചാൽ ലോകത്ത് അറിയപ്പെടാൻ പറ്റും. അതാണ് ഞാനിപ്പോ ഇത് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ കഅബയിൽ മൂത്രം ഒഴിച്ചത് ലോകത്ത് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്, നന്മ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല എന്നതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ രംഗപ്രവേശം ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇവരെയൊക്കെ പേരെടുത്ത് വെച്ചിട്ട് അവൾ അങ്ങനെ പറഞ്ഞില്ലേ, അവക്ക് ഇതാണ് മറുപടി എന്ന് പറയുമ്പോ ഈ കേൾക്കുന്ന ആളുകളിലേക്ക് അതെന്തായിരിക്കും അവള് പറഞ്ഞത്, ഉടനെ അവളെ പേരടിച്ചു നോക്കിയിട്ട് യൂട്യൂബ് കയറിയിട്ട് അവളുടെ ആ പറഞ്ഞത് കേൾക്കുക. അപ്പൊ അവക്ക് റീച്ച് കൂടിയിട്ട് അവക്ക് ശാപ്പാടടിക്കാം, അവക്ക് ആഹാരം കഴിക്കാം. അങ്ങനെ നീ പണിയെടുത്ത് ജീവിച്ചാൽ മതി. നീ പണിയെടുത്ത് ജീവിച്ചാൽ മതി. നെതർലാൻഡിൽ ഒരു വൃത്തികെട്ടവൻ ഇരിപ്പുണ്ട്. ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നാളെ നബിദിന സമ്മേളനമാണ്. നബിദിനം കഴിഞ്ഞുവെങ്കിലും നബിദിനത്തിന്റെ ആ സമ്മേളനം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഡേറ്റിന്റെ വിഷയത്തിൽ 2 മേഖലകൾ കൂടി ഒരുമിച്ച് ഭരണിക്കാവിൽ നടത്തുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും നബിദിന മഹാസമ്മേളനവും. നബിദിനം കഴിഞ്ഞെങ്കിലും നബിദിനത്തിന്റെ പ്രസക്തി തീരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയൊരു പരിപാടിയാണ്. അവിടെ ആക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയും. ഒരു മഹല്ലാകുമ്പോ പറയുന്നതിന് പരിമിതി ഉണ്ട്. നെതർലാൻഡിൽ അടച്ചിട്ട ഒരു മുറിക്കകത്തിരുന്ന് അടച്ചിട്ട കണ്ണാടി കൂട്ടിനകത്തിരുന്നിട്ട് അഷ്റഫുൽ ഖൽക്കിനെ പറ്റി ഇങ്ങനെ മോശം പറയുന്ന ഒരു വൃത്തികെട്ടവനുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി പറയുന്നത് കേട്ടാൽ കൈയില്ലാത്തവനെ കൈവച്ചിട്ട് അവനെ അടിക്കാൻ തോന്നും. കാരണം ഇത് രാജ്യം വേറെയല്ലേ. ഈ രാജ്യത്തെ എന്തുവാ പോലെ ആർക്കും ആരെയും പറയാലോ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽക്കിനെയും ആരംഭപൂവായ പ്രവാചകന്റെ പ്രിയ പത്നിമാരെയും പറയുന്ന ഒരുത്തനും നല്ലതുപോലെ മരിച്ചു പോയിട്ടില്ല. അവനൊക്കെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചിട്ടേ പോയിട്ടുള്ളൂ. ഇന്നലകളുടെ ചരിത്രം അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഖിറത്തിന്റെ കാര്യം ഞാൻ പറയാം. ദുനിയാവും ദീനും ദുനിയാവും ഒക്കെ ഇവിടെ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിസ്കാരവും ഇല്ല, നോമ്പും ഇല്ല, പിന്നെ അങ്ങോട്ട് ഹജ്ജിനും പോണ്ട, ഒന്നും വേണ്ട, ഇഷ്ടം പോലെ ചെയ്യാം. അള്ളാഹുവെ കുറച്ച് കള്ള് കുടിക്കണം. അവിടെ ഉണ്ട് ഖുർആനിൽ എത്ര ആയത്തുകളാ. നീ എവരൊക്കെ അത് പറയുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഖുർആന്റെ ആയത്തിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? അല്ലടോ, കള്ളാറുണ്ടടോ. ഇവിടെ കള്ളു കുടിക്കാത്തവൻ അള്ള കള്ളു കൊടുക്കും. ഇവിടെ പട്ട് ധരിക്കാത്തവൻ അള്ളാഹു അവിടെ പട്ട് കൊടുക്കും. ഇവിടെ സ്വർണം ധരിക്കാത്ത ആണുങ്ങൾക്ക് അവിടെ അള്ള സ്വർണം കൊടുക്കും. അതിൽ ഒരു സംശയവും ഇല്ല. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. അത് ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോ ദുനിയാവിന്റെയും ദീനിന്റെയും കാര്യം ഇഖ്ലാസിന്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള വിഷയത്തിൽ ഇതാണ് എങ്കിൽ ഇനി നിങ്ങൾ ആഖിറത്തിലേക്ക് വരൂ. അള്ളാഹുവിന്റെ അനന്തമായ അവസാന ലോകം ആഖിറമുണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമ, നാളെ ആഖിറത്തിൽ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയെന്നറിയോ? നാളെ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത്, യൗമൽ ഖിയാമത്തിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയെന്നറിയോ? ഈ ഏഴംകുളത്തെന്നെ കേൾക്കുന്ന ഒരാളെ പോലും അല്ലാഹു വിടില്ല കേട്ടോ. എങ്ങനെയാണ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നതെന്നറിയോ? 3 രീതിയിലാണ്. ഒന്നാമതായിട്ട് റസൂൽ പറയുന്നു, വല്ലാത്ത വിശപ്പായിട്ടാണ് പരലോകത്ത് നമ്മൾ വരിക.
എന്ത് വിശപ്പാ നമുക്ക്. ആ വിശപ്പോടുകൂടി പരലോകത്ത് നമ്മൾ എത്തപ്പെടുകയാ. ദാഹമാണ്, പൈദാഹം അടക്കാം, വെള്ളം കിട്ടാൻ ഒരു തുള്ളി ജലപാനം ചെയ്യണമെന്ന മോഹമാണ് കൽബിൽ വരുന്നത്. ദാഹിച്ച് പരവശരായി വിഷം നൊട്ടിയ വയറുമായിട്ട് പരലോകത്ത് വരുമ്പോൾ ഒരു നൂൽബന്ധം പോലും കാണൂല, ഒരു നൂൽബന്ധം പോലും ഉണ്ടാവൂല. പിറന്നത് എങ്ങനാണോ അങ്ങനെയാണ് പരലോകത്ത് വരിക. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫമൻ അത്അമ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആരാണോ ഇവിടെ ഭക്ഷണം കൊടുത്തത്, അല്ലാഹുവിന് വേണ്ടി ആരാണോ ഇവിടെ ഭക്ഷണം കൊടുത്തത്, അശ്ബഅഹുല്ലാഹ്, അല്ലാഹു അവരെ വയറ് നിറപ്പിക്കുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അണ്ടർലൈൻ കൊടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ആരെല്ലാരും ആഖിറത്തിൽ വരുന്നത് വിശന്നിട്ടാണ് വരുന്നത്. അങ്ങനെ വിശന്ന് വരുന്ന എല്ലാവർക്കും അല്ലാഹു ഭക്ഷണം കൊടുക്കൂല. ആ പരലോകത്ത് ഒരു ചാൻമുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുമ്പോൾ ആർക്കാണല്ല ഭക്ഷണം കൊടുക്കുന്നതെന്നറിയോ? ഈ ഭൂമിയിൽ വെച്ച് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് ആരാണോ അത് പേരിന് വേണ്ടിയിട്ടല്ല. 1 കിലോ പഞ്ചസാരയും 2 കിലോ പച്ചരിയും 250 ചായപ്പൊടിയും 1 കിലോ സവാളയും 1/2 കിലോ കൊച്ചുള്ളിയും 2.5 കിലോ 250 വെളുത്തുള്ളിയും കൊടുത്തിട്ട് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് ഞാൻ വലിയ ധർമ്മിട്ടരാണ്, ഞാനിങ്ങനെ ഒരുപാട് കൊടുക്കുന്നവനാണെന്ന് കാണിക്കുന്നവനെ, നിനക്ക് ആഖിറത്തിൽ ഭക്ഷണമല്ല തരൂലടാ. അല്ലാഹു ആഖിറത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? മൻ അത്അമ ലില്ലാഹ്. ഇവിടെ ആരാണോ ഭക്ഷണം അല്ലാഹുക്ക് വേണ്ടി കൊടുക്കുന്നത്, അല്ലാഹുക്ക് വേണ്ടി കൊടുക്കുന്നത്, സൈനുൽ ആബിദീൻ തങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാനായ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോൻ ഹുസൈൻ, അവരുടെ പൊന്നുമോനാണ് സൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഹോദരങ്ങളെ, അലി ഇബ്നു ഹുസൈൻ എന്നാണ് പേര്. ആ അലി ഇബ്നു ഹുസൈൻ എന്നറിയപ്പെടുന്ന സൈനുൽ ആബിദീൻ തങ്ങളുടെ കാലഘട്ടത്തിൽ പാവപ്പെട്ട ഒരാളും പട്ടിണി കിടക്കൂല. ആരാണ് ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ വീട്ടുമുറ്റത്ത് സുഭിക്ഷമായ ഭക്ഷണം പ്രതീകരിക്കാറുണ്ട്. അത് വാരി വാരി ആവേശത്തോടെ പാവങ്ങൾ തിന്നുമായിരുന്നു. ഇതാരാ കൊണ്ടുവയ്ക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇന്നത്തെ പോലെ CCTV ക്യാമറകളൊന്നുമില്ലല്ലോ. ആ സമയത്ത് സഹോദരാ, ഈ ഭക്ഷണം കൊണ്ടുവച്ചതെന്ന് ആരും അറിയുന്നില്ല. പക്ഷേ സൈനുൽ ആബിദീൻ തങ്ങൾ മരിച്ചു. മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മുതൽ പാവങ്ങൾക്ക് ഭക്ഷണമില്ല. അപ്പോഴാണ് അറിയുന്നത്, റബ്ബേ, ഇന്നലെ വരെയും പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണം വെച്ചത് സൈനുൽ ആബിദീൻ തങ്ങളാണോ? മരണപ്പെട്ട് മയ്യത്ത് കെട്ടിൽ കിടക്കുമ്പോ കുളിപ്പിച്ചവര് പറയാ, സൈനുൽ ആബിദീൻ തങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ ആ കുളിപ്പിക്കുന്നവര് കണ്ടുവത്രേ, ഈ 2 തോളിന്റെ ഭാഗത്ത് കറുത്ത കായ്പാണ്, പാടാണ്, അടയാളമാണ്. എന്തുകൊണ്ടാണ്? വർഷങ്ങളോളം ഭക്ഷണം ചുമന്ന് കൊണ്ട് നടന്നതിന്റെ പാടാണ്. ശരീരത്തിന്റെ തോളിന്റെ ഷോൾഡറിന്റെ ഭാഗത്ത് സൈനുൽ ആബിദീൻ തങ്ങൾ കൊടുത്തത് ലോകമറിഞ്ഞില്ല. 1 കിലോ നേന്ത്രപ്പഴം വാങ്ങിയിട്ട് 100 പേരെ വിളിച്ചു കൂട്ടിയിട്ട് ആയിരങ്ങളുടെ മൊബൈലിൽ പിടിച്ചിട്ട് 10,000 പേര് ഷെയർ ചെയ്ത് 1 ലക്ഷം കമന്റുകൾ വന്നിട്ട് എന്തിനാണ് ചാരിറ്റി നടത്തുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കുന്നത് ആരും അറിയണ്ട, അല്ലാഹുക്ക് വേണ്ടിയാകണം. ആ പടച്ചവന് വേണ്ടി ആര് ഭൂമി ലോകത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, അഷ്റഫുൽ ഖൽഖ് പറയുന്നു, അഷ്ബഅഹുല്ലാഹ്, ആഖിറത്തിൽ വിശന്ന് വരുന്നവൻ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുക്ക് വേണ്ടി കൊടുക്കണം, അല്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കരുത്. ചില ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുക്കും. അത് വേണ്ട, അത് വേണ്ട. നമ്മൾ ഭക്ഷണം കൊടുക്കണം. ഇവിടെ ഭക്ഷണമൊന്നുമില്ലല്ലോ 5 ദിവസവും ഇല്ല. വേണ്ട, ഞാൻ ചോദിച്ചെന്ന്
ഇല്ല. അത് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുമോ? 1 രൂപ പിരിവില്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ അവസാനം ഭക്ഷണമൊക്കെ കൊടുക്കും. ഈ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഗൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ സഹോദരിമാർക്ക് കൂടെ ഞാൻ പറയാ, വീട്ടുമുറ്റത്ത് ആരെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാൻ വിശന്നിട്ട് ദാഹിച്ചിട്ട് ആരെങ്കിലുമൊക്കെ വീട്ടുമുറ്റത്ത് വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുമ്പോ അകത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് അകത്തുനിന്ന് പറയും, ഇവിടെ ആരും ഇല്ല, ഇവിടെ ആരും ഇല്ല. ശരിയാ, മനുഷ്യനായിട്ടുള്ള ആരും അവിടെ ഉണ്ടാവൂല, ഉണ്ടെങ്കിൽ കൊടുക്കൂലേ? ഈ അകത്തുനിന്ന് പറഞ്ഞതാത്ത മനുഷ്യനല്ല. അത് തന്നെയാണ് സഹോദരിമാരെ. ആര് വന്നാലും നിങ്ങൾ 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം ദുഃഖങ്ങൾ നമുക്കുണ്ടാവും. ഭർത്താവിന്റെ ജോലി, ഭാര്യയുടെ അസുഖം, മക്കളുടെ വിദ്യാഭ്യാസം, കടം, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ മരുന്നെന്നറിയോ? അതിനുള്ള മരുന്ന് എന്താണെന്നറിയോ? നിങ്ങൾ 2-3 പേർക്ക് നല്ല ഭക്ഷണം കൊടുത്തു നോക്ക്. അത് നിങ്ങൾ മട്ടനും ചിക്കനും ബീഫും ഒന്നും കൊടുക്കണ്ട. ബീഫ് ഒലത്തിയതും ചിക്കൻ കൊണ്ടാട്ടവും ഓടിച്ചിട്ട് പിടിച്ച് വേവിച്ചതും അതൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? വയറ് നിറച്ച് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും കൂടെ കൊടുക്ക്. ബക്കറ്റ് എടുക്കാമോ? എടുക്കാം. ബക്കറ്റ് പറഞ്ഞിട്ടെടുക്കാം. നിങ്ങൾ വന്നോളി. എന്തായാലും പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റ് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് സാധാരണ ചെറുപ്പക്കാരെ എടുക്കുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളെ മുന്നിൽ ഈ ബക്കറ്റ് വരുമ്പോ 16,000 ഇന്ന് 25,000 രൂപ വേണം. ഒന്നും കൂടെ തീരാ. നാളെ പിന്നെ EP ഉസ്താദാ. അപ്പൊ ഇൻഷാ അല്ലാഹ് കബർ ലാസ്റ്റ് കൊടുത്താൽ മതി. അപ്പോ ഈ ബക്കറ്റില് നല്ലൊരു ഹദിയ അകമഴിഞ്ഞ് നിങ്ങളെ സഹായിക്കണം. ഇടുന്ന നീയത്ത് നിങ്ങൾക്കേ അറിയുള്ളൂ. അള്ളാഹു അത് സാധിപ്പിച്ചു തരും. അള്ളാഹ്ക്ക് കടം കൊടുക്കും. നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ പിന്നെ അവനെ നോക്കണ്ട വഴിക്ക്. നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ പിന്നെ സകല മന്ത്രവാദിമാരുടെ അടുത്ത് പോയി മഷിയിട്ട് നോക്കിയാൽ പോലെ ഇവനെ കാണാൻ പറ്റൂല. ഇവനെ വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ വിളിച്ചാൽ എടുക്കൂല. നമ്മൾ വേറെ നമ്പറിൽ വിളിച്ചാൽ ചാടി എടുക്കും. എന്നിട്ട് അവൻ പറഞ്ഞ ളുഹാ നിസ്കാരത്തിലായിരുന്നു, തഹജ്ജുദ് നിസ്കാരത്തിലായിരുന്നു, ബദരിയത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, മൗലിദ് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, കുതുബിയത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, റാത്തീബ് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും. എന്തിനാ? ഞാൻ നല്ലവനാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാ. താപ്പന്മാരാ, ഒരുത്തനെയും ഉടുത്തിരിക്കുന്ന തുണി വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പക്ഷെ അള്ളാഹ്ക്ക് കടം കൊടുത്താലോ പലിശ അടക്കം തിരിച്ചു തരും. അതുകൊണ്ട് 100 വെക്കുന്നവന് 10 ഇരട്ടി അള്ളാഹ് തിരിച്ചു തരും. 1000 തിരിച്ചു തരും. 1000 ഇട്ട 10,000 തിരിച്ചു തരും. ഒരു സംശയമില്ല. 500 ഇട്ട 5000 തിരിച്ചു തരും. എത്ര നിങ്ങൾക്ക് വേണം അതനുസരിച്ച് ബക്കറ്റ് ഇട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൽക്കാലം എനിക്ക് 1000 മതി, ഞാൻ 100 ഇട്ടിട്ടുള്ളൂ. അള്ളാഹു ബറക്കത്ത്. അല്ല, ഇത്രയും പറയും മാവ നോക്കും എത്ര ഇട്ട്. അപ്പൊ അള്ളാഹു ബറക്കത്ത്. എല്ലാ സ്ഥലങ്ങളിലും പോയി ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഈ മനുഷ്യനെ ഇത്രയിട്ട് നടത്തിയിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. പോക്കറ്റിൽ എടുക്ക്. എല്ലാവരും എടുത്തേ. ഇൻഷാ അല്ലാഹ് എടുക്ക്. പോക്കറ്റിൽ എടുക്ക്. എല്ലാവരും എടുക്ക്. പതുക്കെ പോയാൽ മതി. ഇൻഷാ അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്ത് പോകുമ്പോ പൈസ കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ സ്വർണ്ണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വിറ്റെടുത്തോളാം, കുഴപ്പമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ സ്ഥലങ്ങളിലും പോയി ജാരിയായ സ്വതക്കയിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. 500 രൂപ ഒരു വണ്ടി കൊണ്ടുവന്ന് സിറ്റിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് പോയി 5 മിനിറ്റ് തിരിച്ചുകൊണ്ടെങ്കിൽ 20 രൂപ ഈ തറവാടക. ഇത്രയും നേരം നമ്മൾ റാഹത്തായിട്ടിരുന്നില്ലേ? പിന്നെ എത്ര ശുക്ർ ചെയ്താലും മതി വരാത്തത് മഴയില്ലായിരുന്നു. ഇന്നലെ എന്റെ പരിപാടി കടക്കലൊരു ഭാഗത്താണ്. അള്ളാഹുയെ മഴ പിടിച്ചിട്ട് അൽഹംദുലില്ലാ, അത് റഹ്മത്തിന്റെ മഴയാണ്. ഉള്ളവർ അൽഹംദുലില്ലാ, അത് തന്നെ സന്തോഷം. നമുക്കിനി കൂടുതലൊന്നുമല്ല. അള്ളാഹ് എന്താ തീരുമാനിക്കുന്നത് അത് തന്നെ നടക്കട്ടെ. നമ്മുടെ ലാ തക്കിൽന അൻഫുസനാ തുറപ്പത്തായിരുന്നു. ഒന്ന് ഞങ്ങളെ ഏൽപ്പിക്കില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഫെയില് കുല്ലി മുംകിനും തറക്കുഹു. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമുള്ളത് ചെയ്യൂല. ഞങ്ങൾ ഒന്നും പറയാനുമില്ല. നിനക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാതെ അതൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ആവണം നമ്മുടെ മനസ്സ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കണം. ഭൂമിയിൽ ഹിന്ദുക്കൾ കൂടുതലുണ്ടായി ഭാഗത്ത്. കുറച്ചാ കൂടുതലുണ്ടോ? ഉണ്ട്. ഇവിടെ അമ്പലത്തില് ഉത്സവം നടക്കൂലേ? ഉണ്ടാ? എന്റെ വീട്ടിന്റെ കുറച്ചപ്പുറത്തൊരു അമ്പലമുണ്ട്. കുറച്ചൊരു 100 മീറ്ററും ഇല്ല, 100 മീറ്റർ വരും. അപ്പൊ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് ഈ ഉത്സവ സമയമാകുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളുടെ നോട്ടീസ് ഇടാൻ വേണ്ടി വരും. ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഒരു നോട്ടീസ് കൊണ്ടിട്ട് പോയി. ഞങ്ങൾ അറിയുന്ന ആളുകളാണ്, വളരെ സ്നേഹത്തോടെ കഴിയുന്നവരാണ് നമ്മളൊക്കെ. അപ്പോ ഈ നോട്ടീസ് ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട്, പണ്ട് ചെറിയ ഈ വികൃതിയുടെ സമയത്തൊക്കെ നാടകം കേൾക്കാൻ പോയിട്ടുണ്ട്. പണ്ട് കൊച്ചിലെ, അതിപ്പോ
പ്രസംഗിച്ച് ഒഴിവുള്ള സമയത്ത് പോയി കണ്ടു എന്ന് ആരും പറയണ്ട, പണ്ട. അപ്പൊ അങ്ങനെയൊക്കെ പോയപ്പോ പഴയതുപോലെയൊക്കെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഈ അന്നദാനം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്താ? അന്നദാനം. അന്നദാനം ഈ ചാപ്പാട് കൊടുക്കുന്നത് അവരുടെ ഭയങ്കര ഒരു ആരാധനയാണ്. അപ്പൊ അതിന്റെ മഹത്വം ഭഗവത്ഗീതയിൽ നിന്നോ അല്ലെങ്കിൽ ഏതോ ഒരു അവരുടെ പ്രമാണത്തിൽ നിന്ന്, വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു 4 വരി ശ്ലോകം എഴുതിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ നല്ല രസമുണ്ട്. അവരുടെ വേദഗ്രന്ഥത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിന് പ്രേരണ കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയോ അതിനകത്തുള്ളത്? ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. അവരുടെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഗജതരംഗ സഹസ്രം 1000 ആനകളും 1000 കുതിരകളും, ഗോകുലം കൊടിദാനം 1 കോടി പശുക്കളും, ഉദയകുല വിശുദ്ധം കനകരചിത പാത്രം ഒരുപാട് സ്വർണപാത്രങ്ങൾ, മേദിനി സാഗരാന്തം സമുദ്രത്തോളം ഭൂമി, കനകരചിത പാത്രം മേദിനി സാഗരാന്തം, ഉദയകുല വിശുദ്ധം കോടികന്യാ പ്രദാനം ഉന്നത കുല ജാതരായ 1 കോടി പെണ്ണുങ്ങൾ. ഇത്രയും ഒരാൾക്ക് കൊടുക്കാൻ കൂട്ടി നോക്കിയേ. കണക്ക് സാറന്മാരുണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ പോവേണ്ടി വരൂല. തലച്ചോറ് മരവിച്ചു പോകും ഇത് കൂട്ടാൻ നിന്ന. 1000 ആന 1000 കുതിര, 1 കോടി പശു, 1 കോടി പെണ്ണുങ്ങൾ, സമുദ്രത്തോളം ഭൂമി, സ്വർണപാത്രങ്ങൾ ധാരാളം. സ്വർണപാത്രം ധാരാളം എന്ന് പറഞ്ഞാൽ എണ്ണമറ്റതാണ്, എണ്ണയില്ല. പണ്ടുള്ളവർ പറയും പണം പത്മനാഭന്റെ കയ്യിലാടാൻ, പണം പത്മനാഭന്റെ കയ്യിലാടാന്ന് പറയും. ശരിയാ. പിന്നീടാ മനസ്സിലായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പണം മൊത്തം. 2-3 ചാക്ക്, എ നിലവറ, ബി നിലവറ, സി നിലവറ. കണ്ടിട്ടില്ലേ? ശരിയാണ്. അവിടെ നിന്നും 200 മീറ്റർ പോലും ഇല്ല എന്റെ പള്ളി. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് 200 മീറ്റർ പോലും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ഒരാൾക്ക് കൊടുക്കുമ്പോ കിട്ടുന്ന പുണ്യം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. നട്ടുച്ച നേരത്ത് വിശന്ന് പൊരിഞ്ഞു വരുന്നവന് പച്ചരിച്ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ചവെള്ളവും വാഴയിലയിൽ വെട്ടി കൊടുക്കുന്നതിനോളം ആ പ്രതിഫലം കിട്ടൂല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത് അല്പ ചാപ്പാട് കൊടുക്കലാണെന്നാണ് ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത്. ഗൗസുൽ ആലം മുഹീദ്ദീൻ നിങ്ങൾ പറഞ്ഞ എന്താ? ഫത്തഷ്തുൽ അഅ്മാല കുല്ലഹ. ഞാൻ മൊത്തം അമലുകളെയും പരിശോധിച്ചപ്പോ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മുസീബത്തുണ്ടെങ്കിലും 5 പേർക്ക് ഭക്ഷണം കൊടുക്കാന്ന് നീയത്താക്ക്, നേർച്ച അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. എന്റെ റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ തിന്നുന്നവനും 500 രൂപ 100 രൂപ വെച്ച് 5 പൊതിച്ചോറ് വാങ്ങിച്ചിട്ട് പാവങ്ങൾക്ക് കൊടുക്കുക. എവിടെയെങ്കിലും പോകുന്ന വഴിയിൽ സാധുക്കൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ല നിൽക്കുന്നവർക്ക്. എന്ന നമ്മുടെ എല്ലാ മുസീബത്തും മാറി കിട്ടും. അത് അള്ളാഹ്ക്ക് വേണ്ടിയാകണം. എന്നാൽ നാളെ പരലോകത്ത് നീ വരുന്നത് ഭൂമിയിൽ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ തൃപ്തി മാത്രമാണ് ആഗ്രഹിക്കേണ്ടത്. പിന്നെ പറഞ്ഞത് എന്താണ്? പരലോകത്ത് നിങ്ങൾ വരുന്നത് ദാഹിച്ചിട്ടാണല്ലോ വരുന്നത്. റസൂലുള്ള പറയുന്നവ മനസ്സക്കാലില്ല, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ആരാണോ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത്, നാളെ ആഖിറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ചാൻ മുകളിൽ കപ്പിച്ചൊലിച്ച് സൂര്യൻ അതിന്റെ താപം വിസർജിക്കുമ്പോ ആ സമയത്ത് നമുക്ക് ദാഹജലം അല്ല തരുമെന്ന. മൂന്നാമത് പരലോകത്തെ പറ്റി പറഞ്ഞത് അവര് നാളെ പരലോകത്ത് നമ്മൾ പോകുന്നത് നഗ്നരായിട്ടാണല്ലോ. റസൂല് പറയുന്നവ മന കസാലില്ല. ഇവിടെ ഒരു മുണ്ട്, ഒരു ഷർട്ട്, ഒരു പർദ, ഒരു നൈറ്റി, ഒരു പാന്റ്, ഒരു പാവാട, ഒരു ചെറിയ ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കൊടുത്തൊരു പാവപ്പെട്ടവന് എന്താണ് ആരും അറിഞ്ഞില്ല. അത് അല്ലാഹ്ക്ക് വേണ്ടി അവന് കൊടുത്തതാണ്. എന്നാള് നാളെ പരലോകത്ത് അല്ലാഹു നമ്മളെ തുണി ഒടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വയുത്ഇമൂന ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആർക്കാ കൊടുക്കേണ്ടത്? വയുത്ഇമൂന ഭക്ഷണം കൊടുക്കുന്നവര് അലാ ഹുബ്ബിഹി
ആ ഭക്ഷണം അവന് വലിയ ആഗ്രഹമുണ്ട്. ആ ഭക്ഷണം ആഗ്രഹിക്കുന്നതോടൊപ്പം കൊടുക്കുന്നവരാരാ? ഫാത്തിമത്തെ സഹറ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമക്കളെ ഹസൻ ഹുസൈന് പനി പിടിക്കുകയാ. വല്ലാത്ത പനി അങ്ങ് മൂർച്ഛിച്ചപ്പോൾ സഹോദരങ്ങളെ നബിയും സ്വഹാബത്തും ഫാത്തിമയുടെ വീട്ടിൽ പോവുകയാ. അവിടെ ചെല്ലുമ്പോൾ ഫാത്തിമയുടെ പൊന്നുമക്കളെ ഹസൻ ഹുസൈന് സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, ഈ രണ്ട് പൊന്നുമക്കള് സ്വർഗ്ഗത്തിന്റെ യുവാക്കളുടെ നേതാക്കന്മാരാ. ഇവർ രണ്ടുപേര് കുഞ്ഞുമക്കളാണ്. നബി തങ്ങള് സുജൂദിൽ കിടക്കുമ്പോ തലയിൽ കയറി ആന കളിച്ച മക്കളാ. ആ മക്കള് നിലത്ത് വീണു പോകുമോന്ന് പേടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സുജൂദിൽ നിന്ന് തല ഉയർത്താറില്ലത്രേ. മണിക്കൂറുകളോളം കിടന്നിട്ടുണ്ട് സുജൂദില്. ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ പനിച്ചു കിടന്നപ്പോൾ സഹാബാക്കളിൽ ആരോ ഒരാള് പറഞ്ഞു, നിങ്ങൾ 3 ദിവസം നോമ്പ് നിയത്താക്കുമോ? മക്കളുടെ രോഗം മാറട്ടെ, നോമ്പ് നിയത്താക്കുമോ? അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, അതുപോലെ അവിടെ വീട്ടിലെ ജോലിക്ക് നിന്ന് ഫിദാ എന്ന് പറയുന്ന സ്ത്രീ, അവര് 3 കൂടി 3 നോമ്പ് നേർച്ചയാക്കുകയാ. 3 പേര് 3 ദിവസം പിടിച്ചപ്പോ 9 ദിവസത്തെ നോമ്പായി. 9 നോമ്പായി ഫലത്തില്. അങ്ങനെ നോമ്പ് നേർച്ചയാക്കിയിട്ട് സഹോദരങ്ങളെ നോമ്പ് പിടിച്ചു. 3 ദിവസത്തെ നോമ്പ് 3 പേരും പിടിച്ച് പൂർത്തീകരിച്ചപ്പോ രോഗവും മാറി. കഥയതല്ല, ഈ മഹാനായ അലി തങ്ങള് നോമ്പ് തുറക്കാനും ഭക്ഷണമൊന്നുമില്ലാത്തത് കൊണ്ട് എവിടെയോ പോയി കുറച്ച് പൈസ ഒപ്പിച്ചു കൊണ്ടുവന്നു. എവിടെയോ പണിയെടുത്തിട്ട് കുറച്ച് ഗോതമ്പ് കൊണ്ടുവന്നു. ആ ഗോതമ്പ് കൊണ്ടുവന്നു അതിനെ 3ആയിട്ട് പങ്കുവെക്കുകയാ. എന്തുകൊണ്ടെന്നറിയോ? 3 ദിവസവും നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ? ആ 3 ദിവസത്തെ ഭക്ഷണം 3ആയിട്ട് ഓഹരി വെച്ചിട്ട് അതിൽ ഒരു ഭാഗം എടുത്തിട്ട് ഭക്ഷണം പാകം ചെയ്യുകയാ. നോമ്പ് തുറക്കാൻ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സുബ്ഹാനല്ലാഹ്, 3 പേരും നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണമെടുത്ത് ടേബിളിൽ ഭക്ഷണമെടുത്തിട്ട് സുപ്രയിൽ വെച്ചപ്പോ സഹോദരങ്ങളെ ആരോ ഈത്തപ്പന കഥകിൽ മുട്ടുകയാ. ഈത്തപ്പന കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഥകിനാരോ മുട്ടുകയാ. അലിയാരെ തങ്ങൾ ചെന്ന് നോക്കുമ്പോ അല്ലോ, ഒരു പാവപ്പെട്ട അഗതിയാണ്. കണ്ണ് കുഴിഞ്ഞ് കവള് കുഴിഞ്ഞ് എല്ലുണ്ടി വയറൊട്ടി പാവപ്പെട്ടവന് വശംന്നിട്ട് കൈനീട്ടുന്ന രംഗമാണ് കാണുന്നത്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അകത്ത് കയറി നോക്കുമ്പോ 3 പേർക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ. ആ ഭക്ഷണം 3ആയി ഭാഗിച്ചതിന്റെ 1 മാത്രമാണ് പാകം ചെയ്തത്. ഇനി 2 എണ്ണം നാളെയും മറ്റന്നാളും നോമ്പ് തുറക്കാനാ. ആ ഭക്ഷണം എടുത്തു അലിയാര് തങ്ങൾ കൊണ്ടുവന്ന പാവപ്പെട്ടവന് കൊടുക്കുകയാ. എന്നിട്ടവര് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയാ. സഹോദരങ്ങളെ, പിറ്റന്ന് നോമ്പ് പിടിക്കുകയാണ്. മക്കളെ രോഗം മാറാൻ വേണ്ടി പിടിച്ച നോമ്പാ. ആ സമയത്ത് നോമ്പ് തുറക്കാനുള്ള സമയമെത്തി. ആ പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവ് ജോലിക്കാരെ കൂടി ഭക്ഷണം പാകം ചെയ്ത് സഹോദരങ്ങളെ സുപ്രയിൽ എടുത്തു വെക്കുമ്പോ അള്ളാന്റെ പരീക്ഷണമാണോ? അതെ, അവരെ കാച്ചി കുറുക്കി എടുക്കുകയാണോ? അള്ളാഹുവിന്റെ പരീക്ഷണം വരികയാ. പുറത്തിറങ്ങുമ്പോൾ ആരോ കതകിനെ മുട്ടി പുറത്തിറങ്ങുമ്പോൾ ഒരു അനാഥനായ പൊന്നുമോൻ നിൽക്കുകയാ. വാപ്പയില്ലാത്ത പൊന്നുമോനാണ്. ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വീട്ടില് വാപ്പയില്ല, ഉമ്മയില്ല. അനാഥത്വം പേറി വന്ന പൊന്നുമോന് വിശക്കുകയാ. കൈനീട്ടി അലിയെ വല്ലതുകൊണ്ടോ? അലിയെ തങ്ങളകത്ത് കയറിയിട്ടാ ഭക്ഷണം എടുത്തിട്ടാ കുഞ്ഞിന് കൊടുക്കുകയാ. അന്നും പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു കിടന്നുറങ്ങി. പിറ്റന്ന് 3ആമത്തെ നോമ്പാണ്. അവശേഷിക്കുന്ന 3ആമത്തെ ഭാഗം പാകം ചെയ്തു. എന്നിട്ടാ ഭക്ഷണം എടുത്ത് നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ ഇതാ സഹോദരങ്ങളെ കതകിനെ മുട്ടുകയാ. അലിയെ തങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തടവ് പുള്ളിയാണ്. അന്നത്തെ തടവുകാരുടെ പ്രത്യേകത എന്തെന്നറിയോ? അവരെ ഇങ്ങനെ അഴിച്ചങ്ങ് വിടുകയാണ്. അവർക്ക് പുറത്തു പോകാൻ പാടില്ല. അവര് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം യാചിച്ച് കഴിച്ചോളണം. എവിടെന്നെങ്കിലും കിട്ടുന്ന ഭക്ഷണം കഴിച്ചോളണം. ശിക്ഷ അതാണ്. ഒരു അനാഥ ഒരു തടവ് പുള്ളിയായ മനുഷ്യ കാലുകളിലെ ചങ്ങല ബന്ധിക്കപ്പെട്ട് അവിടെ മുമ്പിൽ വന്ന് കൈനീട്ടുകയാ. വിശക്കുന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കേറിയിട്ട് ആ ഭക്ഷണവും എടുത്തിട്ട് അവസാനത്തെ ഭക്ഷണവും കൊണ്ടുവന്ന് കൊടുക്കുകയാ.
3 ദിവസത്തെ നോമ്പിന്റെ പൂർത്തീകരണത്തിന് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു. സഹോദരങ്ങളെ, പിറ്റന്ന് 4-ാം ദിവസത്തിൽ നോമ്പില്ല, പക്ഷെ കഴിക്കാൻ ഭക്ഷണവുമില്ല. അലിയാർ തങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ വല്ലാത്തൊരു കോലമാ റസൂല് കാണുന്നത്. 3 ദിവസം നോമ്പ് പിടിച്ച് പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് നോമ്പ് തുറന്ന ശരീരത്തിന്റെ ക്ഷീണം റസൂലുള്ളാഹി കണ്ടപ്പോ, എന്ത് അലിയേ ഇത്? അലിയാർ തങ്ങൾ നടന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. ആ സമയത്തിന് വിധങ്ങൾ ചോദിച്ചു, എന്റെ ഫാത്തിമ എന്താ ചെയ്യുന്നത്? എന്റെ ഫാത്തിമ എന്താ ചെയ്യുന്നത്? പൊന്നുമോളല്ലേ? അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ വീട്ടിലുണ്ട് നബിയേ. റസൂലും അലിയും കൂടി ഫാത്തിമയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാ. ആ സമയത്ത് ഒരു പഴം തുണി കിടക്കും പോലെ വീടിന്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് ഫാത്തിമത്തെ സഹ്റ. കഴിക്കാൻ ഭക്ഷണമില്ല. ഉള്ള ഭക്ഷണം എവിടുന്നോ ഭർത്താവ് കൊണ്ടുവന്നത് നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കാനില്ലാതെ വന്നപ്പോ അത് കൊടുത്തിട്ട് പാവപ്പെട്ട 3 പേർക്ക് 3 ദിവസം കൊടുത്തിട്ട് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നിട്ട് കിടക്കുകയാ. ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, കവിൾത്തടങ്ങളും നിറയുകയാ. സജലങ്ങളായ കണ്ണുനീർത്തുള്ളികൾ കവിൾത്തടത്തിലൂടെ ചാലിട്ടൊഴുകുകയാ. ഇത് കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണുനീര് തടം തല്ലി ഒഴുകുന്നത് കണ്ടപ്പോ അല്ലാഹ്ക്ക് സഹിക്കൂലല്ലോ. അവിടുന്ന് ജിബ്രീലിനെ പറഞ്ഞു വിടുന്നു, ചെല്ലൂ നബിയേ, ചെല്ലൂ ചെല്ലൂ ജിബ്രീലേ. എന്നിട്ട് നബിയുടെ അടുക്കലേക്ക് ചെല്ലണം. എന്റെ ഹബീബിനോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കൊടുക്ക്. അല്ലാഹു ജിബ്രീലിനെ അയക്കുന്നു. ഫാത്തിമയുടെ വീട്ടിലേക്ക് ജിബ്രീല് കടന്നു വരുന്നു. അഷ്റഫുൽ ഖൽഖിന്റെ അടുത്ത് വന്ന് ഓതി കൊടുക്കുന്നു, വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി. കഴിക്കാൻ ആർത്തിയോടെ കാത്തിരിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവര്. ആർക്കാ കൊടുത്തത്? മിസ്കീനന് വയതീമൻ വഅസീറാ. 1-ാം ദിവസം മിസ്കീനും 2-ാം ദിവസം യതീമിനും 3-ാം ദിവസം തടവ് പള്ളിക്കും കൊടുത്തല്ലോ. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ. ഇവര് കൊടുത്തത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാ. ഇവര് കൊടുത്തത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാ. അല്ലാതെ ഈ മിസ്കീനിൽ നിന്നും എന്തെങ്കിലും കിട്ടാനല്ല, യതീമിൽ നിന്നും എന്തെങ്കിലും കിട്ടാനല്ല, തടവ് പുള്ളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല. ഇവര് കൊടുത്തത് അല്ലാഹുവിന്റെ വജ്ഹിനാണ്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. പ്രത്യുപകാരമോ നന്ദി വാക്കോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഒരു നല്ല വാക്ക് നിങ്ങൾ പറയും, അതെനിക്ക് വേണ്ട. നിങ്ങൾ പിന്നീട് ഞാൻ പട്ടിണി കിടക്കുമ്പോ എനിക്ക് ഭക്ഷണം തരും, അതും എനിക്ക് വേണ്ട. ഞാൻ തന്നത് ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. മാത്രമല്ല, ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. മുഖം ചൂളി പോകുന്നൊരു ദിവസം വരാനുണ്ട്. നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് പ്രവാചകന്മാര് പോലും നെട്ടോട്ടമോടുന്ന മഹ്ശറിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകാനൊന്നുമില്ല. എനിക്ക് കിട്ടുന്നത് അവിടത്തെ മുഖം ചൂളി പോകുന്ന ദിവസത്തിന്റെ ഭയം കൊണ്ടാ ഞാൻ ഇവിടെ കൊടുത്തത്. അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ഇതിന് പകരം നബിയെ ഫാത്തിമയ്ക്കും അലിയിനും കൊടുത്തതെന്തെന്നറിയോ? ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നളറതൻ വസുറൂറാ. അല്ലാഹു അവിടത്തെ ഭീകരമായ കഠിനമായ കഠോരമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നവരെ കാക്കുന്നു. വലഖാഹും നളറതൻ വസുറൂറാ. അവർക്ക് സന്തോഷവും പ്രസന്നവദനങ്ങളും അല്ല കൊടുക്കുകയാ. അവർക്ക് സന്തോഷം നൽകുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കൊടുക്കുമ്പോ നമുക്ക് ആഗ്രഹമുള്ളത് കൊടുക്കണം. അതെവിടെ കൊടുക്കണം? അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. എന്തിനു കൊടുക്കണം? ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാകണേ. അങ്ങനെയാണ് ഇബാദത്ത് എടുക്കേണ്ടത്. ഇതേ അലി തങ്ങളുടെ കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുമ്പോ,
അലിയിൽ തുടങ്ങി അലിയിൽ ഞാൻ അവസാനിപ്പിക്കുമ്പോ വീണ്ടും ഞാനൊന്ന് മടങ്ങി പോകുന്നു അലിയിലേക്ക്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബാദത്ത് എടുക്കുന്നത് സ്വർഗം വാങ്ങാനാകരുത്. അത് പ്രിയപ്പെട്ടവരെ കച്ചവടക്കാരുടെ ശൈലിയാ. നരകം പേടിച്ചുകൊണ്ടാകരുത്. അത് തൊഴിലാളികളുടെ ശൈലിയാ. പ്രിയപ്പെട്ടവരെ തന്ന നിഅമത്തുകൾക്ക് നന്ദിയായിട്ടാകരുത്. അത് ഈ സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ ശൈലിയാ. പിന്നെ എന്തു വേണം? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹിനു വേണ്ടി ഞാൻ ചെയ്യുകയാ. അതാണ് അലി തങ്ങൾ ആദ്യം പറഞ്ഞത്. എന്തു ചെയ്താലും ഇബാദത്ത് ലില്ലാ, അൽ ഹബ്ബു ലില്ലാ. ഒരാളെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് വേണ്ടി, വൽ ബുഗ്ളു ലില്ലാ. ഒരാളെ വെറുക്കുന്നതും അല്ലാഹുവിന് വേണ്ടി, എല്ലാം അല്ലാഹുവിന് വേണ്ടി. ആ പടച്ചവനിലേക്ക് നമുക്ക് മടങ്ങി പോകണം. എല്ലാം അല്ലാഹു നമുക്ക് തരുന്ന സംതൃപ്തിക്കു വേണ്ടി. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ.